ഈ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ടീരിയോളജിസ്റ്റിന്റെ സിലബസിലുള്ള തേർഡ് മൊഡ്യൂളിന് വരുന്ന ബാക്ടീരിയൽ സെൽ സൈക്കിളിനെ പറ്റി, അല്ലെങ്കിൽ ബാക്ടീരിയൽ റീപ്രൊഡക്ഷന്റെ ബൈനറി ഫിഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ള ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമുക്കറിയാം. ബാക്ടീരിയൽ ഏറ്റവും മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ബാക്ടീരിയയുടെ ഏറ്റവും കോമൺ മെത്തേഡ് ഓഫ് reproduction. The cell cycle is the complete sequence of events extending from the formation of a new cell through the next division. അതാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് ഒരു പുതിയ സെൽ ഉണ്ടാകാൻ ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ സെൽ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന ആ സീരീസ് ഓഫ് ഇവന്റ്സിനെ, ആ സീക്വൻസ് ഓഫ് ഇവന്റ്സിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. Although some prokaryotes reproduce by budding, fragmentation and other means, most prokaryotes reproduce by binary fission. Prokaryotes തന്നെ ഒത്തിരി മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ബഡിങ് ഉണ്ടാകും, ബഡിങ് ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഫ്രാഗ്മെന്റേഷൻ, ഔട്ട്ഗ്രോത്ത് ഉണ്ടായി അത് എൻലാർജ് ചെയ്തുണ്ടാകുന്ന ഒരു മെത്തേഡ്, അതാണ് ബഡിങ് എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ, മുറിഞ്ഞ് കഷ്ണങ്ങളാകുന്നു, അത് പിന്നെ ഓരോ പീസും പുതിയ സെല്ലായിട്ട് മാറുന്നത്. എന്നാൽ പ്രോകാരിയോട്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടും ഉള്ള റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ബൈനറി ഫിഷൻ ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. The cell elongates, replicates its chromosome, and separates the newly formed DNA molecule. So there is one chromosome in each half of the cell. അപ്പോൾ ഇവിടെ സെൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നു, അതിന്റെ ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നു, പിന്നീട് അത് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്ലിക്കേഷൻ നടന്നിട്ടുള്ള അതിലെ ഒരു ഭാഗം, ഒരു സെറ്റ് ഓഫ് ക്രോമസോം ഒരു ഹാഫിനും അടുത്തത് നെക്സ്റ്റ് ഹാഫിനും കിട്ടും. അതിനുശേഷം സെപ്റ്റം അല്ലെങ്കിൽ ഒരു ക്രോസ് വോൾ ഫോം ചെയ്യുന്നു. അത് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പേരന്റ് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പ്രോജനി അവിടെ ഉണ്ടാകും. അതിന് ഓരോ പ്രോജനിയിലും അതിൻ്റെതായ ഒരു സെറ്റ് ഓഫ് ക്രോമസോം കാണും. ഇതാണ് ബൈനറി ഫിഷനകത്ത് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ടു പാത്വേ ഫങ്ഷൻ ഡ്യൂറിംഗ് ദ ബാക്ടീരിയൽ സെൽ സൈക്കിൾ. പിന്നെ അത് രണ്ട് പാത്വേ ഉണ്ട്. ഈ സെൽ സൈക്കിളിൽ മെയിൻ ആയിട്ടും രണ്ട് പാത്വേ ഉണ്ട്. വൺ പാത്വേ റെപ്ലിക്കേറ്റ്സ് ആൻഡ് പാർട്ടീഷൻസ് ദ DNA into the progeny cell. അതിൽ ഒരു പാത്വേ എന്ന് പറയുന്നത് അതിന്റെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നതും അതിന്റെ പാർട്ടീഷൻ ഉണ്ടാകുന്നതും എല്ലാമാണ് ആദ്യത്തെ പാത്വേ എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് the other carries out cytokinesis, formation of septum and progeny cells. സെപ്റ്റം ഫോം ചെയ്ത് പ്രോജനി ഉണ്ടാകുന്നതും എല്ലാം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ പാത്വേ. അതിനെ നമുക്ക് സൈറ്റോകൈനേസിസ് എന്ന് പറയാം. ആദ്യത്തെ പാത്വേ ക്രോമസോം റെപ്ലിക്കേഷൻ ആൻഡ് പാർട്ടീഷനിങ്. മോസ്റ്റ് ബാക്ടീരിയൽ ക്രോമസോംസ് ആർ സർക്കുലർ. ബാക്ടീരിയയുടെ ക്രോമസോമിന്റെ പ്രത്യേകത അതാണ്, സർക്കുലർ ക്രോമസോം ആണ് ബാക്ടീരിയയുടെ. ഈച്ച് സർക്കുലർ ക്രോമസോം ഹാസ് എ സിംഗിൾ സൈറ്റ് at which replication starts, called origin, or simply origin of replication, or simply the origin. അപ്പം ബാക്ടീരിയയുടെ ക്രോമസോം എന്ന് പറയുന്നത് ഇതേപോലെ സർക്കുലർ ആണ്. അപ്പൊ അതിൽ ഒരു സിംഗിൾ സൈറ്റിൽ നിന്നും റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്ന് പറയും. Replication is completed at the terminus, which is located directly opposite. അപ്പൊ അത് റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിലായിരിക്കും. ആ പോയിന്റിനെ നമുക്ക് ടെർമിനസ് എന്ന് വിളിക്കും. ഇൻ ഈക്കോളായി
the chromosome is compacted and organized so that the origin and the terminus are in opposite halves of the cell. അപ്പൊ ഇതേപോലെ വെൽ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ക്രോമസോം ആണ്. അപ്പൊ ഒറിജിൻ എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടെർമിനസ് വരുന്നത്. Early in the cell cycle, the origin and the terminus move to the mid cell and a group of proteins needed for DNA synthesis assemble at the origin to form the replisome. ഇനി സെൽ സൈക്കിളിന്റെ തുടക്കത്തില് ഇതിനകത്ത് ഒറിജിനും ടെർമിനസും ഓപ്പോസിറ്റിലായിരിക്കുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും സെല്ലിന്റെ ഇറ്റ് മൂവ്സ് ടു ദ മിഡ് സെൽ, സെല്ലിന്റെ മിഡ് പോർഷനിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇതിന്റെ റെപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ദാറ്റ് ഓൾസോ അസംബിൾഡ് അറ്റ് ദ ഒറിജിൻ. അങ്ങനെ അവിടെ ഒരു റെപ്ലിസോം ഫോം ചെയ്യും. DNA replication proceeds in both directions from the origin. അവിടെ നിന്ന് DNA replication സ്റ്റാർട്ട് ചെയ്യും. രണ്ട് ഡയറക്ഷനിലേക്കും DNA replication സ്റ്റാർട്ട് ചെയ്യും. And the parent DNA is thought to spool through the replisome. അങ്ങനെ ഈ parent DNA ഇതിൽ കൂടെ റെപ്ലിസോമിൽ കൂടി മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. As progeny chromosomes are synthesized, the two newly formed origin move toward the opposite end of the cell. അപ്പൊ progeny chromosomes synthesize ചെയ്യുന്നതിനനുസരിച്ചിട്ട് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ഒറിജിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. And the rest of the chromosome follows in an orderly fashion. അതിനനുസരിച്ച് തന്നെ chromosomes മൂവ് ചെയ്യും. A protein called MREB, which is similar to eukaryotic actin, seems to be involved. അപ്പൊ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് MREB പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതും ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആകും. ദാറ്റ് ഇൻക്ലൂഡിങ് ഡിറ്റർമിനിങ് സെൽ ഷേപ്പ് ആൻഡ് ക്രോമസോം. സെൽ ഷേപ്പ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ക്രോമസോം മൂവ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ആദ്യത്തെ പാത്വേ എന്ന് പറയുന്നത്, ക്രോമസോം റെപ്ലിക്കേഷനും അതിന്റെ പാർട്ടീഷനിങ്. ഇനി രണ്ടാമത്തെ പാത്വേ ആണ് സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത്. അവിടെ സെപ്റ്റം ഫോം ചെയ്ത്, അപ്പൊ ഇപ്പൊ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്തു, ഇനി സെപ്റ്റം ഫോം ചെയ്ത് രണ്ടാകുന്ന പ്രോസസ്സാണ്. സെപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോമിങ് എ ക്രോസ് വോൾ ബിറ്റ്വീൻ ദ ടു ഡോട്ടർ സെൽ. ഈ ഡോട്ടർ സെല്ലിന്റെ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇടയിലായിട്ട് ഒരു സെപ്റ്റം ഫോം ചെയ്യും. Cytokinesis, a term that has traditionally been used to describe the formation of two eukaryotic daughter cells, is now used to describe the process in prokaryotes. ഈ സൈറ്റോകൈനേസിസ് എന്ന ടേം ആദ്യം യൂകാരിയോട്സിന്റെ കേസിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പം നൗവേഡേയ്സ് അത് പ്രോകാരിയോട്സിലും ആപ്ലിക്കബിൾ ആകും. Septation is divided into several steps. അതിന് പല സ്റ്റെപ്പുകളുണ്ട്. First, selection of the site where the septum will be formed. ആദ്യം എവിടെ നിന്നാണ് മദർ സെല്ലിന്റെ എവിടെ നിന്നാണ് സെപ്റ്റം ഫോം ചെയ്യേണ്ടത്, അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി അസംബ്ലി ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് ഇസഡ് റിംഗ് വിച്ച് ഡിവൈഡ്സ് ദ സെൽ ഇൻടു ടു ബൈ കൺസ്ട്രക്ഷൻ. ഇനി ഒരു ഇസഡ് റിംഗ് അവിടെ ഫോം ചെയ്യും, അത് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. Linkage of the Z ring to the plasma membrane and perhaps component of the cell. ഈ Z ring പിന്നീട് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സെൽ വാളിന്റെ മറ്റ് കമ്പോണൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഒറിജിനും ടെർമിനസും. ഇതാണ് ഒറിജിൻ, ഇതാണ് ടെർമിനസ്. അത് മൂവ് ചെയ്യും, ഒരു റെപ്ലിസോം ഫോം ചെയ്യും, അങ്ങനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറയും. പിന്നീട് സെപ്റ്റം ഫോം ചെയ്യുന്നു. സെപ്റ്റം സെല്ലിനെ ഇവിടെ ഇതാണ് സെപ്റ്റം ഫോം ചെയ്തിരിക്കുന്നു. സെല്ലിനെ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു ഹാഫിലേക്ക് ഒരു പോർഷൻ ക്രോമസോമും അടുത്തതിലേക്ക് അടുത്ത സെറ്റും പോകും. അങ്ങനെ
ബൈനറി ഫിഷൻ നടക്കുന്നു, സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ബാക്ടീരിയയില് സെൽ സൈക്കിൾ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, ബൈനറി ഫിഷൻ വഴിയുള്ള റീപ്രൊഡക്ഷൻ നടക്കും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോത്ത് കൈനറ്റിക്സിനെ പറ്റിയാണ്. മാത്തമാറ്റിക്സ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് കൈനറ്റിക്സ്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയയിലെ റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. Knowledge of microbial growth rate during the exponential phase is indispensable to microbiologists. Growth rate studies contribute to basic physiological and ecological research and are applied in industry. Growth rate studies ഒക്കെ നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ച് പർപ്പസിന് അതിന്റെ ഫിസിയോളജി സ്റ്റഡി ചെയ്യാനായിട്ട്. ഓക്കെ, ദ ക്വാണ്ടിറ്റേറ്റീവ് aspect of exponential phase growth discussed here apply to organism that divide by binary fission. അപ്പൊ നമ്മൾ ഈ കൈനറ്റിക്സ് പറയാൻ പോകുന്നത് ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യുന്ന സെൽസിന്റെ വെച്ചിട്ടാണ്. ഇപ്പം പ്രൊകാരിയോട്സിൽ തന്നെ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ബഡിങ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആയിട്ട്. പക്ഷെ നമ്മള് ഗ്രോത്ത് കൈനറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യുന്ന ഓർഗാനിസംസിന്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ എക്സ്പോണൻഷ്യൽ ഫേസ്, അപ്പൊ നമ്മൾ ഗ്രോത്ത് കർവ് പഠിച്ചിട്ടുണ്ട്. ഗ്രോത്ത് കർവില് ബാക്ടീരിയയുടെ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഗ്രോത്ത് നമ്മൾ പഠിച്ചു. ഇത് ലാഗ് ഫേസ്, ഇതാണ് എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോഗരിതമിക് ഫേസ്, ഇത് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഡീക്ലൈൻ ഫേസ്. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ഫേസിൽ സെൽസ് ഡിവൈഡ് ചെയ്യില്ല. അവിടെ അത് ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ്. അവിടെ സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് സെല്ലിനെ ആക്കിയെടുക്കുന്ന ഒരു ഫേസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഫേസ് എന്ന് പറയുന്ന ലോഗരിതമിക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസിലാണ് സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നു. അതാണ് ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഈ കർവിന്, ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കർവ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് അടുത്ത സ്റ്റേഷനറി ഫേസ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ സെല്ല് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുവാണ്. അതായത് ഡിവിഷനും ഇല്ല, ഡെത്തും ഇല്ല, അങ്ങനെ ഒരു സ്റ്റേജില്. ഫൈനലി ഡീക്ലൈൻ ഫേസ് വരുമ്പോൾ സെൽ ഡെത്ത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവിടെയും സെൽ ഡെത്ത് റാപ്പിഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ആണ് വരുന്നത്. അങ്ങനെ അവിടെയും ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ലോഗരിതമിക്കിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അവിടെ വരുന്നത്. During the exponential phase, each microorganism is dividing at constant intervals. Thus, the population doubles in number during a specific length of time called generation or doubling time. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിലാണ് സെൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ടൈമിനെ, അത് ഒരു ഓർഗാനിസം ഡബിൾ ആകാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ജനറേഷൻ ടൈം അല്ലെങ്കിൽ ഡബിളിംഗ് ടൈം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് that a culture tube is inoculated with one cell that divides every 20 minutes. The population will be 2 after 20 minutes, 4 after 40 minutes and so forth. ഒരു കൾച്ചർ ട്യൂബിൽ നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം 20 ആണ്. അതായത് അതിന്റെ ജനറേഷൻ ടൈം 20 minutes ആണ്. Generation time is the time taken for a cell to double or to divide. So here, if it is 20 minutes, that means എല്ലാ 20 മിനിറ്റ്സിലും ഈ പോപ്പുലേഷൻ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ ഒരെണ്ണം രണ്ടാവും. അടുത്ത 20 മിനിറ്റ്, അതായത് 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് 4. അപ്പൊ അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനും 20 മിനിറ്റ്സ് ആകണം അങ്ങനെയൊന്നുമില്ല. ജനറേഷൻ ടൈം ഓരോ ഓർഗാനിസത്തിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ അതാണ്, ഓരോ റെഗുലർ ഇന്റർവെൽസിലും ആയിരിക്കും ഓർഗാനിസം ഡിവൈഡ് ചെയ്യുന്നത്.
ആ ഡിവൈഡ് ചെയ്യാൻ അതെടുക്കുന്ന സമയത്തിനെയാണ് ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. Because the population is doubling every generation, the increase in always is always 2n, where n is the number of generations. അപ്പൊ നമുക്കിനി പറയാം n എന്ന ലെറ്റർ നമ്മൾ നമ്പർ ഓഫ് ജനറേഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 2n ആയിരിക്കും അതിനകത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ പറയുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒന്ന് എത്രയായി 2. സോ നമ്പർ ഓഫ് ജനറേഷൻ 1. സോ ദാറ്റ് ഈസ് 2 into 1. ഇനി അടുത്തത് അത് 4. 2 into 2. അപ്പൊ അങ്ങനെ അതിനെയാണ് നമ്പർ ഓഫ് ജനറേഷൻസ് 2 ആയപ്പോൾ 2 into 2 4. ഇനി നമ്പർ ഓഫ് ജനറേഷൻസ് 3 ആകുമ്പോൾ 3 into 2 into 3. അങ്ങനെ സോ ആ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷനെ നമുക്ക് 2n എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. These observations can be expressed as equations for the generation time. ഇനി നമ്മൾ ഇതിന് ഒരു ഇക്വേഷൻ ആക്കാൻ പോവുകയാണ്. Let n0 the initial population number. അപ്പൊ ഇനീഷ്യൽ പോപ്പുലേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? n0. n0 be the initial population number. And nt എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ടൈം ടി, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം, ആ പെർട്ടിക്കുലർ ടൈം ടിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് nt ആയിരിക്കും. ആൻഡ് സ്മോൾ ലെറ്റർ n is the number of generations in time t. അപ്പൊ അങ്ങനെയാണെങ്കിൽ nt എന്ന് പറഞ്ഞാൽ nt ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു ടൈം ടിയിലുള്ള പോപ്പുലേഷൻ ആണ് nt എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n0 ഇനീഷ്യൽ പോപ്പുലേഷനുമാണ് എങ്കിൽ nt എന്ന് പറയുന്നത് n0 into 2n ആയിരിക്കും. nt is equal to, nt is the number of population, the population at a time t. ആ ടൈം ടിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോപ്പുലേഷൻ that into 2n. സോൾവിംഗ് ഫോർ n. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ജനറേഷൻസ് ഇൻ ടൈം ടി കണ്ടുപിടിക്കണം എങ്കിൽ n, the number of generations where all logarithms are at base 10. നമ്മളിത് ലോഗരിതമിക് എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബേസ് 10 വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ലോഗരിതമിക് എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇത് മാറ്റുകയാണെങ്കിൽ എന്താകും? എല്ലാം ലോഗരിതമിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. ലോഗ് nt is equal to log nt is equal to log n0, അതായത് ലോഗ് 2n, അത് ലോഗ് 2n എന്നാണ്. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു പ്ലസ് സൈനിലേക്ക് മാറും. അപ്പൊ അങ്ങനെയാണ് അത് ലോഗ് 2n എന്ന് പറഞ്ഞാൽ n log 2 എന്നാണ്. log 2n is equal to n log 2. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇത്. log 2n is equal to n log 2 എന്ന മൾട്ടിപ്ലിക്കേഷൻ അഡീഷനുമാണ്. സോ n0 log n0 into മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആയി പ്ലസ് log n log 2 എന്നാണ്. അപ്പൊ log nt is equal to log n0. ഇതിനകത്തെല്ലാം നമ്മൾ ലോഗരിതം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ log nt ആയി, ഇത് log n0 ആയി, ഇത് log 2n ആകും. ആ log 2n പകരമാണ് log 2n എന്ന് പറഞ്ഞാൽ അത് n log 2 ആണ്. സോ n log 2 into പ്ലസ് ആയി, അതായത് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ആയി. ഇനി അതിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n നമുക്ക് പുറത്തേക്ക് എടുക്കാം. n നമ്പർ ഓഫ് ജനറേഷൻസ് n is equal to log nt minus log
n0 ഡിവൈഡഡ് ബൈ ലോഗ് 2. എന്നിനെ നമ്മൾ പുറത്തെടുത്തിരിക്കുവാണ്. അപ്പൊ അവിടെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം n പുറത്തേക്ക് എടുത്തപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ലോഗ് nt മൈനസ് ലോഗ് n0 ഡിവൈഡഡ് ബൈ ലോഗ് 2. നമ്മൾ ലോഗ് 2ന്റെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ലോഗ് 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.301 ആണ് അതിന്റെ വാല്യൂ, ലോഗ് 2ന്റെ വാല്യൂ. അപ്പൊ ലോഗ് nt മൈനസ് ലോഗ് n0 ഡിവൈഡഡ് ബൈ 0.301. ലോഗ് 2ന്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി the rate of growth during the exponential phase in a batch culture can be expressed in terms of mean growth rate constant or K. പിന്നെ ഒരു എക്സ്പെറൻഷ്യൽ ഫേസിലുള്ള നമ്മൾ ഈ ഗ്രോത്ത് കർവ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ബാച്ച് കൾച്ചർ വെച്ചിട്ടാണ്. ബാച്ച് കൾച്ചർ എന്ന് പറഞ്ഞാല് നമ്മള് ആദ്യത്തെ പ്രാവശ്യം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ന്യൂട്രിയൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നില്ല, ടോക്സിക് പ്രോഡക്ട്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ളതിനെയാണ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ബാച്ച് കൾച്ചറിലെ പിന്നെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ എക്സ്പൊണൻഷ്യൽ ഫേസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കെ എന്ന കോൺസ്റ്റന്റ് എടുക്കാം. അതായത് അത് മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ജനറേഷൻസ് പെർ യൂണിറ്റ് ടൈം. Number of unit generations, often expressed as generations per hour എന്നാണ് പറയുന്നത്. Generations per hour, number of generations per unit time. ഓരോ യൂണിറ്റ് ടൈമിലുമുള്ള നമ്പർ ഓഫ് ജനറേഷൻസിനെയാണ് നമ്മൾ മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത്. അതായത് കെ എന്ന് പറഞ്ഞാൽ n/t, അതാണ് കെ എന്ന് പറയുന്നത്. Number of generations per unit time. Number of generations n by time. ഇനി നമ്മൾ എന്നിന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ലോഗ് nt മൈനസ് ലോഗ് n0 ബൈ 3.301. നമ്മൾ ഇവിടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് പകരം നമുക്ക് ആ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്നിന് പകരം നമ്മൾ വാല്യൂ ഇടാൻ പോകുവാണ് ലോഗ് nt മൈനസ് ലോഗ് n0 ബൈ 0.301t. n/t ആയിരുന്നു നമ്മുടെ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ്. നമ്മൾ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുവാണ്. ആ കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നേരത്തെ കണ്ടുപിടിച്ചതെടുത്ത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ലോഗ് nt മൈനസ് ലോഗ് n0 ബൈ 0.301, അത്രയും ആണ് n എന്ന് പറയുന്നത്, ബൈ അതിന്റെ കൂട്ടത്തിൽ ബൈ ടി കൂടെ. The time takes a population to double in size, that is the mean generation or doubling time, G can now be calculated. If നമുക്ക് generation time calculate ചെയ്യും, ഇതിൽ നിന്ന് നമുക്ക് generation time നമുക്ക് calculate ചെയ്യും. അതായത് the time taken for a population to double ആകാൻ എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് വെച്ചാല്, if population doubles, T is equal to G. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഡബിൾ ചെയ്യുന്ന ഇത്, if the population double, അതായത് T എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? G ഈക്വൽ ആണെങ്കിൽ, then അങ്ങനെ ഈക്വൽ ആണെങ്കിൽ nt എന്ന് പറയുമ്പോൾ that is equal to 2n0. n0 നമുക്കറിയാം ഇനീഷ്യൽ പോപ്പുലേഷൻ നമ്പർ, nt നമുക്കറിയാം പോപ്പുലേഷൻ അറ്റ് ദ ടൈം t. അപ്പം t time is when time is equal to mean generation time. If g is അല്ലെങ്കിൽ t is equal to g, അങ്ങനെയാണെങ്കിൽ t യും g യും ഈക്വൽ ആണ് എങ്കിൽ എന്തുവായിരിക്കും? nt എന്ന് പറയുന്നത് that is equal to 2n0. ഇനി നമുക്ക് 2n0 വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
Substitute 2n0 in the mean growth rate equation and solve for k. നമ്മൾ k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. k is equal to log nt minus log n0 by 0.301 tn. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പറയുകയാണ് nt is equal to, സപ്പോസ് ടിയും ജിയും ഈക്വൽ ആണ് എങ്കിൽ nt എന്ന് പറഞ്ഞാൽ 2n0 ആണ്. ഇനി നമ്മൾ ആ വാല്യൂ എടുത്ത് ഇവിടേക്ക് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ. സബ്സ്റ്റിറ്റ്യൂട്ട് 2n0 ഇൻ ദ, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതിനകത്തോട്ട് ഇത് അപ്ലൈ ചെയ്യുന്നു നമ്മൾ. 2n0 into the mean growth rate constant. K is equal to log nt എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. log nt എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. nt എന്ന് പറഞ്ഞാൽ n0 ഈക്വൽ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞു. സോ log nt ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? log n0. We are substituting log nt with log nt substitute ചെയ്ത് n0 ആണ്, 2n0 ആണ്. k is equal to log nt ക്ക് പകരം നമ്മൾ അവിടെ 2n0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. log 2n0 minus log n0 by 0.301 g. കാരണം നമ്മൾ പറഞ്ഞു t is equal to g എന്ന് നമ്മൾ പറഞ്ഞു. t is equal to g ആകുമ്പോഴാണ് nt is equal to 2n0 എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് t ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? g, because t is equal to g. ഇനി നമ്മൾ അതിൽ നിന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് log 2n0 എന്ന് പറഞ്ഞാൽ log 2 plus log n0 ആണ്. log 2n0യ്ക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ എന്തായി? log 2 plus log n0 minus log n0. ഈ log 2n0 ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. log 2 plus log n0. ഇനി മൈനസ് log n0 by 0.301 g. ഇനി നോക്കിക്കേ, നമുക്ക് പ്ലസ് log n0യും മൈനസ് log n0യും നമുക്ക് വെട്ടിക്കളയാം. പ്ലസ് log n0 മൈനസ് log n0 അത് വെട്ടി. അപ്പോൾ എന്ത് വന്നു? log 2 by 0.301 g. 0.301 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? log 2 ആയിരുന്നു. അപ്പം അല്ലെങ്കിൽ നമുക്ക് 0.301 എന്ന് ഇവിടോട്ട് നമുക്ക് ഇടാം. 0.301 by 0.301 g എന്ന് വരും. അല്ലെങ്കിൽ log 2 by log 2. Anyway, 0.301 by 0.301 is equal to 1 by g. അങ്ങനെ നമ്മൾ മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് k നമ്മൾ കണ്ടുപിടിച്ചു. മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് k is equal to 1 by g. ഇനി the mean generation time is the reciprocal of the mean growth rate constant. അപ്പൊ mean generation time എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. അതായത് g is equal to 1 by k. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ജിയും നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ജിയും നമ്മൾ കണ്ടുപിടിച്ചു. The mean generation time g can be determined directly from a semi-logarithmic plot of the growth data and the growth rate constant calculated from the g value. അങ്ങനെ നമുക്ക് mean growth rate constant ജിയും നമുക്ക് കണ്ടുപിടിക്കാം. The generation time can be calculated directly from the previous equation. ഇനി അത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക്. Suppose a bacterial population increases from 10 raised to 3 to 10 raised to 9 in 10 hours. നമുക്കിപ്പോ ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ഒരു പോപ്പുലേഷൻ 10 raised to 3 നിന്ന് 10 raised to 9 ആകാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 10 hours അവർ 10 raised to 3 നിന്ന് 10 raised to 9 മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ
M0 എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ എന്ന് പറയുന്നത് 10⁻³ പോപ്പുലേഷൻ അറ്റ് ടൈം ടി എന്ന് പറയുന്നത് ടൈം ടി ഈസ് 10 ആണ്. നമ്മുടെ ഇവിടുത്തെ ടൈം 10 അവേഴ്സ് ആണ്. 10⁻⁹ അപ്പൊ അങ്ങനെയാണ് കെ ഈസ് ഈക്വൽ ടു കെ എന്താണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കെ ഈസ് ഈക്വൽ ടു 1/g, അതായത് ലോഗ് 2n0 മൈനസ് ലോഗ് n0 ബൈ 0.301g. ഇവിടെ നമ്മളത് നമുക്ക് ഉള്ള വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ലോഗ് ഇത് ഇവിടേക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. അത് ലോഗ് എൻ ടി ഇവിടേക്കാണ് നമ്മൾ അത് ഇടാൻ പോകുന്നത്. ലോഗ് എൻ ടി മൈനസ് ലോഗ് n0 ബൈ 0.301t അവിടേക്കാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്ത വാല്യൂ ആയിരുന്നു അത്. അപ്പം ലോഗ് എൻ ടിക്ക് പകരം ലോഗ് 10⁻⁹ അതാണ് ടൈം ടിയിലുള്ള പോപ്പുലേഷൻ മൈനസ് ലോഗ് മൈനസ് ലോഗ് n0 അതാണ് ലോഗ് 10⁻³ അപ്പൊ ലോഗ് എൻ ടി എന്ന് പറയുന്നത് 10⁻⁹, ലോഗ് n0 എന്ന് പറയുന്നത് 10⁻³ ഡിവൈഡഡ് ബൈ 0.301t. അപ്പം ഡിവൈഡഡ് ബൈ 0.301 time is 10 into 10. That is equal to log 10 to the power of 9 എന്ന് പറഞ്ഞാൽ 9 ആണ്. log 10 to the power of 3 എന്ന് പറഞ്ഞാൽ ലോഗരിതത്തിന്റെ ഏതെങ്കിലും ഒരു പവർ വന്നാൽ ആ നമ്പർ ആയിരിക്കും. സോ log 10⁻9 എന്ന് പറഞ്ഞാൽ 9, log 10⁻³ എന്ന് പറഞ്ഞാൽ 3, log 10⁻7 എന്ന് പറഞ്ഞാൽ 7. അങ്ങനെയാണ്. അപ്പം log 10⁻9 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 3 ഡിവൈഡഡ് ബൈ 0.301 into 10 എന്ന് പറയുന്നത് 3.01 അവേഴ്സ്. അവറിലുള്ള ഇതാണ് 10 അവേഴ്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ 3 ഡിവൈഡഡ് ബൈ 9 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3.01 hour. That is equal to 9 minus 3 is equal to 6. 6 by 3. That is 2.0 generations per hour. അല്ലെങ്കിൽ G is equal to G എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. G is equal to 1/k എന്ന് നമ്മൾ പറയുന്നുണ്ട്. So that is equal to G is equal to 1/2. 1/2 generations per hour. 1/2 is 0.5 hours per generation or 30 minutes per generation. അപ്പൊ അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 0.5 അവർ അല്ലെങ്കിൽ അത് 30 minutes per generation. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം. നമ്മുടെ കയ്യിൽ ഒരു ഇനീഷ്യൽ നമ്പരും ഉണ്ട്, പോപ്പുലേഷൻ അറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് നമുക്ക് ജിയുടെ വാല്യൂവും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ജനറേഷൻ ടൈം vary markedly with the species of microorganism and environmental condition. സ്പീഷീസ് അനുസരിച്ചിട്ട് എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് ഒക്കെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. They range from less than 10 minutes to several days. Generation time in nature are usually much longer than in culture. അതിനേക്കാൾ കൂടുതലായിരിക്കും ജനറേഷൻ ടൈം കൾച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇനിഷ്യൽ നമ്പരും ഇതുമെല്ലാം നമുക്ക് അറിയാവുന്ന കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോത്ത് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്ത് മെഷർമെന്റിനുള്ള മെത്തേഡ്സിനെ പറ്റിയാണ്. അപ്പൊ ഗ്രോത്ത് കൈനറ്റിക്സ് എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക്
ഗ്രോത്ത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യും? നമ്മുടെ കയ്യിൽ പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഗ്രോത്ത്, ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയുന്നത്. There are many ways to measure microbial growth to determine growth rate and generation time. പല മെത്തേഡ്സും ഉണ്ട് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. Either population number or mass may be followed because growth leads to increase in both. അപ്പം ഒന്നുകിൽ either population number, പോപ്പുലേഷന്റെ നമ്പർ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ മാസ് കണ്ടുപിടിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. കാരണം ഇത് നമ്പർ കണ്ടുപിടിച്ചാലും മാസ് കണ്ടുപിടിച്ചാലും ഇത് രണ്ടും ഗ്രോത്തിന്റെ റിസൾട്ട് ആണ്. നമ്പർ കൂടുന്നതും വെയിറ്റ് കൂടുന്നതും എല്ലാം ഇതിന്റെ റിസൾട്ട് ആണ്. അപ്പൊ അത് നമുക്ക് മാസ് ഡിറ്റർമിനേഷനോ നമ്പർ ഡിറ്റർമിനേഷനോ എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷർമെന്റ് ഓഫ് സെൽ നമ്പർ. സെൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഷർമെന്റ് ഓഫ് സെൽ നമ്പേഴ്സ്. The most obvious way to determine microbial numbers is by direct count. Using a counting chamber is easy, inexpensive, and relatively quick, and it also gives information about the size and morphology of microorganisms. അപ്പൊ ഇതില് ഒത്തിരി മെത്തേഡ്സ് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ഇതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുവാണ്. അതിനകത്തുള്ള ഇതിനെ നമ്മൾ ആ സാമ്പിളിലുള്ള ഓർഗാനിസംസിനെ നമ്മൾ ഡയറക്റ്റ് കൗണ്ട് ചെയ്യും. നമുക്ക് എളുപ്പം റിലേറ്റീവ്ലി ക്വിക്ക് ആയിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് മാത്രമല്ല നമുക്ക് അതിൽ കൂടി ഓർഗാനിസത്തിന്റെ സൈസും മോർഫോളജിയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് പെട്രൂഹോസർ. Petruhauser counting chamber can be used for counting prokaryotes. Prokaryotes-നെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കൗണ്ടിങ് ചേംബർ ആണ് പെട്രൂഹോസർ ചേംബർ. ഇനി അതല്ലാതെ വേറൊരെണ്ണം ഉണ്ട് ഹീമോസൈറ്റോമീറ്റർ. അത് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഒന്നുപോലെ ആപ്ലിക്കബിൾ ആയിട്ടാണ്. പെട്രൂഹോസർ ഓൺലി ഫോർ പ്രോകാരിയോട്സ് ആണ്. Both these specially designed slides have chambers of known depth with an edge grid on the chamber bottom. ഇതിന്റെ രണ്ടിന്റെ കേസിലും ഒരു സ്പെഷ്യലി ഡിസൈൻഡ് സ്ലൈഡ് ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെ അതിനെ പല പല ഡിവിഷൻസ് ആയിട്ട് ഇത് ചെയ്തിട്ടുള്ള ചേംബേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ് ഈ പെട്രൂഹോസർ അല്ലെങ്കിൽ കോൾഡർ കൗണ്ടർ എന്ന് പറയുന്നത്. Prokaryotes are more easily counted if they are stained or when a phase contrast or fluorescent microscope is employed. ഇങ്ങനെ സ്റ്റെയിൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രോകാരിയോട്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. The number of microorganisms in a sample can be calculated by taking into account the chamber's volume and any sample dilution required. ഇനി നമ്മൾ ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചേംബറിന്റെ വോളിയം, നമ്മൾ എടുക്കുന്ന ഡൈല്യൂഷൻ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. One disadvantage is that to determine the population size accurately, the microbial population must be relatively large because only a small volume of the population is sampled. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് റിലേറ്റീവ്ലി മൈക്രോബിയൽ പോപ്പുലേഷൻ മസ്റ്റ് ബി റിലേറ്റീവ്ലി ലാർജ്, കൂടുതൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു ചെറിയ വോളിയം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ചെറിയ വോളിയത്തിൽ കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇതായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിന്റെ കേസിലുണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണ് പെട്രൂഹോസർ ചേംബറിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്.
ഇവിടെ പല പല സ്ക്വയേഴ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ ഓരോ സ്ക്വയറിലുമുള്ള ഓർഗാനിസംസിന്റെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. The Petropauser counting chamber is a thick glass microscope slide with a chamber 0.02 mm deep in the center. ഒരു ഇപ്പൊ നമ്മൾ കണ്ടു, പടത്തിൽ നമ്മൾ കണ്ടു ഒരു തിക്ക് ഗ്ലാസ് പിന്നെ മൈക്രോസ്കോപ്പിക് സ്ലൈഡ്. അപ്പൊ അതിന്റെ ചേംബറിന് ഒരു 0.02 മില്ലിമീറ്റർ ഡെപ്ത് കാണും സെന്ററിൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറിയുന്നത് സെന്ററിൽ ഒരു 0.02 millimeter ഡെപ്ത് ഉണ്ടായിരിക്കും. The chamber contains an etched grid and has improved Noberer rulings. അതിന്റെ നോബറർ റൂളിങ്സ് ഉള്ള അതിന്റെ ആ സ്കെയിലിനാണ് നോബറർ റൂളിങ്സ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള നോബറർ റൂളിങ്സ് ഉള്ള ഒരു എച്ച്ഡ് ഗ്രിഡും ഒക്കെയുള്ള സ്ലൈഡാണ്. ദ റൂളിംഗ് കവർ 9 millimeter square. ഈ റൂളിങ്സ് ഇത് മൊത്തത്തിലെ ഏകദേശം ഒരു 9 millimeter square വരും. ദ ബൗണ്ടറി ലൈൻസ് ആർ ദ സെന്റർ ലൈൻസ് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് 3. അതിന്റെ ബൗണ്ടറി ലൈൻസ് എന്ന് പറയുന്നത് എല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് 3 ആയിട്ട് വേരി ചെയ്യും. The center square millimeter is ruled into groups of 16 small squares. അതിന്റെ സെന്ററിലുള്ള ഇത് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഇതിന്റെ സെന്ററിലുള്ള ഇതാണ്. അത് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അതിനകത്ത് 16 സ്മോൾ സ്ക്വയേഴ്സ് കാണും. 1 2 3 4 താഴോട്ട് എണ്ണിയാലും 1 2 3 4. സോ ദാറ്റ് ഈസ് 16. അപ്പം സെന്റർ ഇതിൽ ഏകദേശം ഒരു 16. The center square millimeter is ruled into group of 16 small squares. ആ ചെറിയ ചെറിയ സ്ക്വയർ അതിനകത്തുള്ള സ്ക്വയറുകൾ ഇതിന്റെ ഓരോ ഇതിനകത്തെ സെൻട്രൽ സ്ക്വയറിനകത്ത് 16 small squares കാണും. And each group is separated by triple lines, the middle one of which is the boundary. ആ ഓരോന്നും ട്രിപ്പിൾ ലൈൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ ലൈൻസ് വെച്ചിട്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. The ruled surface is 0.02 millimeter below the cover glass. ഇനി ആ റൂൾഡ് സർഫസ് എന്ന് പറയുന്നത് വരുന്നത് ഏകദേശം മുകളിൽ ഒരു കവർ ഗ്ലാസ് കാണും. ആ കവർ ഗ്ലാസിനും ഒരു 0.02 millimeter താഴെയായിട്ടാണ് റൂൾഡ് സർഫസ് വരുന്നത്. Which makes the volume over a square millimeter. All cells are counted in the square millimeter. ഈ സ്ക്വയർ മില്ലിമീറ്ററിനകത്തുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. The number of cells counted is calculated. ഇനി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇപ്പം ഇതിനകത്തുള്ള ഈ സ്ക്വയറിനകത്തുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്താൽ നമ്മൾക്ക് ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഇതിനകത്ത് ഒരു 17 നമ്പർ ഓഫ് സെൽസ് നമുക്ക് ഇതിനകത്തുനിന്ന് കൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അത് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. The number of cells counted is calculated as follows. Number of cells per mm. അത് കാണുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. Number of cells counted into dilution into 50,000. The factor 50,000 is used in order to determine the cell count for 1 ml. 1 ml അതൊരു കോൺസ്റ്റന്റ് ഫാക്ടർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുവാണ്. അതായത് 1 ml ഉള്ള ഇതെന്ന് വെച്ചിട്ട്. അപ്പൊ അതായത് 1 ml is equal to 1000 millimeter cubed എന്നാണ്. 50 times the chamber depth of 0.02 millimeter into 1000. അതാണ് 50 into 1000. അത് വെച്ചിട്ടാണ്
50,000 എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സെൽസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് സെൽസ് നമ്മൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ഡൈല്യൂഷൻ ഇൻറ്റു 50,000. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റാപ്പിഡ് ആണ്, സിമ്പിൾ, ഈസി മെത്തേഡ് ആണ്, മോർഫോളജി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. വെരി dense suspension can be counted if they are diluted appropriately. ഭയങ്കര ഡെൻസ് ആയിട്ടുള്ളതാണ്, കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? റാപ്പിഡ് ഒക്കെയാണ്, പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഡെഡും ലിവിങ് സെൽസിനെയും ഇത് കൗണ്ട് ചെയ്യും. അതായത് ഒരു ടോട്ടൽ കൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്, വൈബിൾ കൗണ്ട് അല്ല നമുക്ക് കിട്ടുന്നത്. വൈബിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ലിവിങ് മാത്രം. ഡെഡ് പിന്നെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെഡ് പ്ലസ് ലിവിങ് രണ്ടും വരുന്നതാണ് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതേ കിട്ടുകയുള്ളൂ. ഓൺലി ഡെൻസ് സസ്പെൻഷൻ ക്യാൻ ബി കൗണ്ടഡ്. ഡെൻസ് സസ്പെൻഷനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സാമ്പിൾസ് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ബൈ സെൻട്രിഫ്യൂഗേഷൻ ഓർ ഫിൽട്രേഷൻ ടു ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. ഇനി സാമ്പിൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, സെൻട്രിഫ്യൂഗേഷനോ ഫിൽട്രേഷനോ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് ടു പോപ്പുലേഷൻ ഓഫ് ഫ്യൂവർ ദാൻ 1 million സെൽ. അങ്ങനെയുള്ള കേസിൽ, ഫ്യൂവർ ദാൻ 1 million സെൽസ് ഒക്കെ വരുന്ന കേസിൽ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. സ്മോൾ സെൽസ് ആർ ഡിഫിക്കൾട്ട് ടു സീ അണ്ടർ മൈക്രോസ്കോപ്പ് and some cells are probably missed. ചെറിയ സെൽസ് ഒക്കെ പിന്നെ നമുക്ക് കാണാനും പറ്റുകയില്ല. അപ്പൊ അവിടെയും ഒരു ഇനാക്വറസി വരുന്നുണ്ട്. പ്രിസിഷൻ ഈസ് ഡിഫിക്കൾട്ട് ടു അച്ചീവ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഒക്കെ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് സ്റ്റെയിൻ ചെയ്യുന്നു ഒന്നും ഇല്ലാണ്ടാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. Larger microorganisms such as protists and yeast can be directly counted with electronic counters such as Coulter counter, although flow cytometer is increasingly used. ഇനി വലിയ മൈക്രോ ഓർഗാനിസംസ്, അതായത് പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലൊക്കെ വരുന്നത് ഈസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇലക്ട്രോണിക് കൗണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോൾട്ടർ കൗണ്ടർ, ഫ്ലോ സൈറ്റോമീറ്റർ പോലെയുള്ള ഇലക്ട്രോണിക് കൗണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. In the Coulter counter, the microbial suspension is forced through a small hole. Electrical current flows through the hole and electrode passes on both sides of the hole, measure electrical resistance. ഇനിയും പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് മൈക്രോബിയൽ സസ്പെൻഷൻ ഒരു ഹോളിലേക്ക് കടത്തി വിടും. പിന്നെ ഇലക്ട്രിക് കറന്റ്, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രോഡ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഹോൾ ഇതിന്റെ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അതായത് ഓരോ സമയത്തും ഓരോ മൈക്രോബിയൽ സെല്ല് ഒരു ഹോളിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് അതിന്റെ കണ്ടക്ടിവിറ്റി ഡ്രോപ്പ് ആകും. ആൻഡ് ദ സെൽ ഈസ് കൗണ്ടഡ്. അപ്പൊ അതാണ് ഒരു സസ്പെൻഷൻ നമ്മൾ കടത്തി വിട്ടു, ആ സസ്പെൻഷനകത്തുള്ള ഓരോ സെല്ലും അതിൽ കൂടി പാസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഫ്ലോ സൈറ്റോമെട്രി ഗീവ്സ് ആക്യുറേറ്റ് റിസൾട്ട് വിത്ത് larger cells and is extensively used in hospital laboratory to count red and white blood cells. ലാർജർ സെൽസിന്റെ ഒക്കെ കേസിലാണ് കൂടുതലും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ ലബോറട്ടറീസില് റെഡ് സെൽസും വൈറ്റ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും ഒക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. It is not as useful in counting bacteria because of interference by small debris particles, the formation of filaments and other problems. ബാക്ടീരിയ ഒന്നും ഈ മെത്തേഡ് അത്ര പ്രിഫർ ചെയ്യാറില്ല, കാരണം പലതരത്തിലുള്ള ഇന്റർഫറൻസും ഇതിനകത്ത് വരുന്നത് കൊണ്ട്, ഫിലമെന്റ്സ് പിന്നെ അങ്ങനെയുള്ള മറ്റു പ്രോബ്ലംസ് ഒക്കെ ഇതിൽ വരുന്നത് കൊണ്ട്. എ കോൾട്ടർ കൗണ്ടർ ഈസ് ആൻ apparatus for counting and sizing particles suspended in electrolytes. ഇലക്ട്രോലൈറ്റ്സിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്നത്. കോൾട്ടർ കൗണ്ടർ ഈസ് കൊമേഴ്ഷ്യൽ ടേം ഫോർ ദ ടെക്നിക്
known as resistive pulse sensing. അതിന് ഒരു കൊമേഴ്ഷ്യൽ ടേം, ആ ടെക്നിക്ക് അത് വെച്ച് ചെയ്യുന്ന ആ കൊമേഴ്ഷ്യൽ ടേം ആണ് റെസിസ്റ്റീവ് പൾസ് സെൻസിങ് ഓർ ഇലക്ട്രിക്കൽ സോൺ സെൻസിങ് എന്ന് പറയുന്നത്. ഇത് കോൾട്ടർ പ്രിൻസിപ്പളിന്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാലസ് H. Coulter ആണ് introduce ചെയ്തത്. A typical Coulter counter has only one micro channel that separates two chambers containing the electrolytes. അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു ഈ പാർട്ടിക്കിൾസ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സിലാണ് സസ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് one or more micro channels present. As fluid that contains particles or cells is drawn through the micro channel. ഇതിൽ കൂടിയാണ് കടന്നു വരുന്നത്. Each particle causes a brief change to the electrical resistance. ഓരോന്നും അതിന്റെ ആ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തുന്നു. The counter detects these change in the electrical resistance. Electrical resistance ആയിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതാണ് കോൾട്ടർ കൗണ്ടറിന്റെ പടമാണ്. ഇതിൽ കൂടി സെൽസിനെ അല്ലെങ്കിൽ സസ്പെൻഷൻ കടത്തി വിടുമ്പോൾ ഇതിൽ കൂടി ഓരോ മൈക്രോ ഓർഗനിസവും പോകുമ്പോഴത്തേക്ക് ഈ ഡിറ്റക്ടർ അത് ഡിറ്റക്ട് ചെയ്യും. അതാണ് കോൾട്ടർ കൗണ്ടർ. The number of bacteria in aquatic samples is frequently determined from direct count after bacteria has been trapped on membrane filters. In the membrane filter technique, the sample is first filtered through a black polycarbonate membrane filter. ഇനി അക്വാട്ടിക് സാമ്പിൾ ഒക്കെ സാധാരണ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വേറൊരു മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്ക് എന്ന് പറയും. ഈ മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ സാമ്പിൾ നമ്മൾ ഒരു പോളികാർബണേറ്റ് മെംബ്രെയിൻ ഫിൽറ്ററിലോട്ട് പാസ് ചെയ്യും. Then the bacteria are stained with fluorescent dyes such as acridine orange or DNA stain or the DNA stain DAPI and observed microscopically. ഇത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമ്മൾ അക്രിഡീൻ ഓറഞ്ചോ DAPI സ്റ്റെയിനോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇതൊന്ന് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് ഇത് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യും. The stained cells are usually observed against black background of microscope filter and can be counted when viewed with an efflorescent microscope. ഈ സ്റ്റെയിൻഡ് സെൽസ് നമ്മളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അത് നമുക്ക് കൗണ്ടിങ്ങിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാനായിട്ട് എപ്പിഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. The membrane filter technique was introduced in the late 1950 as an alternative to most probable number procedure for microbiological analysis of water sample. ഒരു 1950s ഈ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബിൾ നമ്പർ അല്ലെങ്കിൽ MPN പകരമായിട്ടാണ് വാട്ടർ അനാലിസിസിൽ MPN പകരമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് which are thin porous sheet structures composed of cellulose esters or similar polymeric material. ഇത് ഒത്തിരി മെറ്റീരിയൽസ് കൊണ്ട് ഇത് ഉണ്ടാക്കുന്നതുണ്ട്. മെയിൻ ആയിട്ടും സെല്ലുലോസ് എസ്റ്റർ അല്ലെങ്കിൽ പോളിമെറിക് മെറ്റീരിയൽസ് ആണ്. They act essentially as two-dimensional screen and as such all particles, both biological and non-biological, which exceed the pore size. ബയോളജിക്കൽ ആയിട്ടും നോൺ ബയോളജിക്കൽ ആയിട്ടും ഉള്ളതെല്ലാം ഇതിനകത്ത് ഇതാവും. Which are retained upon the surface of the filter from fluids pass through. Fluids pass ചെയ്യുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ ഇത് എല്ലാം തന്നെയും അവിടെ ട്രാപ്ഡ് ആവുന്നുണ്ട്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിൽറ്റർ അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു കൾച്ചർ മീഡിയയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. Principle of membrane filtration technique. Membrane filters have a non-uniform porosity of predetermined size.
sufficiently small to trap microorganisms. അതിനൊരു യൂണിഫോം പോർ സൈസ് കാണും. ജനറൽ ആയിട്ട് 0.45 മൈക്രോമീറ്റർ ആണ്. സഫിഷ്യന്റ്ലി സ്മോൾ, വളരെ സ്മോൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ അത് കൂടുതൽ ഓർഗാനിസംസിനെ ട്രാപ്പ് ചെയ്യത്തുള്ളൂ. എ വാട്ടർ സാമ്പിൾ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ വാട്ടർ സാമ്പിൾ ഈസ് പാസ് ത്രൂ സ്റ്റെറൈൽ മെംബ്രെയിൻ ഫിൽറ്റർ. വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹൗസ്ഡ് ഇൻ എ സ്പെഷ്യൽ ഫിൽറ്റർ അപ്പാരറ്റസ് കണ്ടെയ്നിങ് ഇൻ എ സക്ഷൻ ഫ്ലാസ്ക്. അപ്പൊ അതൊരു ഫിൽറ്റർ അപ്പാരറ്റസിൽ ഒരു ഫ്ലാസ്ക് ഒക്കെയുള്ള ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു സക്ഷൻ ഫ്ലാസ്ക് വേണം. അങ്ങനെ സക്ഷൻ ഫ്ലാസ്കോട് കൂടിയ ഒരു ഫിൽറ്ററേഷൻ അപ്പാരറ്റസിലേക്ക് ഇതിനെ നമ്മൾ കീപ്പ് ചെയ്യും. ഈ ഫിൽറ്ററിനെ നമ്മൾ കീപ്പ് ചെയ്യും. Following filtration, the filter disk that contains the trapped microorganism is aseptically transferred to sterile petri dish containing a pad saturated with the appropriate medium. So filtration ശേഷം ഈ ഫിൽറ്റർ ഡിസ്ക് നമ്മൾ എന്തോ എടുക്കുന്നു? ഫിൽറ്റർ ഡിസ്കിൽ മൈക്രോ ഓർഗാനിസംസ് ട്രാപ്ഡ് ആയിട്ടുണ്ട്. അത് എസെപ്റ്റിക്കലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പെട്രി ഡിഷ് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ പെട്രി ഡിഷ് കണ്ടെയ്നിങ് മീഡിയം ഉള്ള പെട്രി ഡിഷിലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ അവിടെ അത് കോളനീസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The passage of nutrients through the filter during incubation facilitates the growth of organisms in the form of colony. അപ്പം മീഡിയത്തിലേക്ക് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ആ ഫിൽറ്റർ പേപ്പറിലേക്ക് നമ്മൾ മീഡിയം ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ന്യൂട്രിയൻസ് കിട്ടി, ഇത് കോളനീസ് ഫോം ചെയ്തു ഓൺ ദ അപ്പർ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ. അതിന്റെ മുകളിലായിട്ട് ഇത് കോളനീസ് ഓർഗാനിസംസ് കോളനീസ് ഫോം ചെയ്യും. Membrane filtration and colony count technique assume that each bacterium, clump of bacterium or particle with bacteria attached will give rise to a single visible colony. ഇതിനകത്ത് ഒരു സിംഗിൾ ബാക്ടീരിയം ആകാം, അല്ലെങ്കിൽ ഒരു ക്ലംപ് ആകാം. ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സിംഗിൾ അല്ലെങ്കിൽ ക്ലംപ് ഓഫ് ബാക്ടീരിയ ഒരു വിസിബിൾ കോളനി ആയിട്ട്. Each of these clumps or particles is therefore a colony forming unit. അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്തു? ഒരു കോളനി ഫോം ചെയ്തു. പക്ഷെ ആ കോളനി ഫോം ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ബാക്ടീരിയയിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, അല്ലെങ്കിൽ ഒരു ക്ലംപിൽ നിന്നാകാം. സോ നമ്മൾ കോളനി എന്ന് യൂസ് ചെയ്യുന്ന ടേമിനേക്കാളും നമ്മൾ അവിടെ പറയുന്ന ടേമാണ് കോളനി ഫോമിംഗ് യൂണിറ്റ്. And the results are expressed as colony forming units per unit volume. 39 ആണ് നമുക്ക് കിട്ടിയത്. So 39 CFU per ml or per gram. Liquid ആണെങ്കിൽ ml, solid ആണെങ്കിൽ gram. Discrete colonies thus formed can be easily transformed to conformation media. Discrete ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കോളനീസ് ഒക്കെ നമുക്ക് പിന്നെ കൺഫർമേഷൻ മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Following incubation, the colonies present on the filter are counted. അതിനുശേഷം ഇൻക്യുബേഷന് ശേഷം നമ്മളത് കൗണ്ട് ചെയ്യും.